ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UR ക്രിയേഷൻസിൻ്റെ രേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു റവഉപ്പമാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ റവഉപ്പമാവ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമെന്നറിയാം. പക്ഷേ തുടക്കമായിട്ട് നമ്മൾ പാചകം ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്റ്റൈലിൽ ഞാൻ റവഉപ്പമാവ് ഉണ്ടാക്കുന്നതെന്നാണ് പറയണത്. ഇതിൽ നാളികേരം ചേർത്തിട്ട് ഉണ്ടാക്കും. നമ്മൾ പല ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് നമുക്ക് കാലത്ത് കഴിഞ്ഞിട്ട് തലേ ദിവസം അരിയൊന്നും ആട്ടി വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് ഓടിപ്പിടിഞ്ഞ് പോവില്ലേ, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റവഉപ്പമാവ് ഉണ്ടാക്കിയാലോ എന്നൊന്ന് ഒരു ആലോചിക്കില്ലേ, ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റവഉപ്പമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കി വരാം. ഞാനിന്ന് റവഉപ്പമാവ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് വറുത്ത റവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ ഇനി റവ വറുക്കേണ്ട ആവശ്യമില്ല. ഉപ്മാവ് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണയാണ് ഞാനിത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ച് മതിച്ചെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ചേർത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കണം കേട്ടോ, ഉഴുന്ന് പരിപ്പ്. ഞാൻ വറ്റൽമുളക് ഇന്ന് ഉപയോഗിക്കണില്ല കേട്ടോ. അതിന് പകരം മുഴുവൻ ചെറിയ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളകാണ് അത് ചേർക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. ഇത് ഒരുപാട് വഴന്നു പോകണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ചെറിയ സബോളയാണ്, അത് ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ഒരിക്കലും സവോള ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ തന്നെ അത് വാടി കിട്ടുന്നതാവും. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കണ്ട. ഇതിൽ ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ, പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല വേറെ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ പച്ചമുളക് ഇട്ടാൽ മതി. അപ്പോൾ അതിന് കുറച്ച് ടേസ്റ്റും കൂടുതലാവും. സവാള ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇനി അതിലേക്ക് ഞാൻ 1 കാരറ്റ് ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ്, അത് ചേർക്കാം. നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ബീൻസോ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഈ സവാളയും കാരറ്റും മാത്രമേ ഇന്ന് ചേർക്കുന്നുള്ളൂ. ഒരുപാട് വഴന്ന് പോകണ്ട. ഇനി നമ്മളിന്ന് ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവയാണ് എടുക്കുന്നത്, വറുത്ത റവയാണ് എടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1.25 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അളക്കണത് അതിനേക്കാളും 1.25 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ദേ 1 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്, 1.25 ഗ്ലാസ് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കിയ ശേഷം ടേസ്റ്റ് നോക്കി നോക്കുക, ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ. എന്നിട്ട് ഉപ്പ് കറക്റ്റ് ആക്കിയ ശേഷം മാത്രമാണ് ഇനി അടുത്തായിട്ട് റവ ചേർക്കണ്ടു. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. വേഗം തിളച്ചോട്ടെ, തിളച്ചിട്ട് ഒന്ന് പിടിക്കും വേണം. ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ നാരങ്ങ വെള്ളം കേട്ടോ, നാരങ്ങ നീര് ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിന് ഈ നാരങ്ങ നീര് ചേർത്താൽ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് നല്ലവണ്ണം തിളയ്ക്കണം കേട്ടോ. ചെറിയ തിള വന്നാൽ പോലെ നല്ലവണ്ണം തിളച്ച ശേഷം മാത്രമേ നമുക്ക് റവ ഇടാൻ പറ്റുള്ളൂ. ഇനി വറുത്ത റവ അല്ലെങ്കിൽ നിങ്ങൾ അതിന് മുമ്പേ ഒരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് റവ ചേർത്തിട്ട് റവ വറുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴും വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. കുറച്ച ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കട്ട പിടിക്കാതെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഗ്യാസ് സിമ്മാക്കി തന്നെ ഇത് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒന്ന് അങ്ങനെ ചേർത്ത് ഒന്ന് മിക്സാക്കി വെച്ചെടുക്കുക. ഇതൊക്കെ ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒന്ന് ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് ഇത് അടച്ചു വയ്ക്കാം. ഞാനിവിടെ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി. നമുക്കിത് തുറന്നു നോക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ ഇത് കുറച്ച് സോഫ്റ്റും കൂടി ആവും. പിന്നെ റവയ്ക്ക് ഒരു ചെറിയൊരു സ്മെല്ല് വരും. ആ സ്മെല്ലും ഇതൊന്ന് കുറഞ്ഞു കിട്ടും. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ റവ ഉപ്മാവ് തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കൂ. കാരണം ഇത് ബിഗിനേഴ്സിനുള്ളതാണ് കേട്ടോ. കാരണം എല്ലാ വീട്ടമ്മമാർക്കും റവ ഉപ്മാവൊക്കെ തയ്യാറാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ തീരെ ഭക്ഷണം പാകം ചെയ്യാൻ അധികമൊന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.